പാർലമെന്റ് കവാടത്തിൽ സിജെപി പ്രതിഷേധക്കാർക്കു നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ച് പോലീസ്. പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. PR സുനിൽ വിവരങ്ങളുമായുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിയിലേക്കാണോ PR സുനിൽ? കാഴ്ചയാണ് പാർലമെന്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം പാർലമെന്റിന്റെ പ്രധാന കവാടമാണ്. പാർലമെന്റിന്റെ പ്രധാന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകളിലേക്കാണ് CJP പ്രവർത്തകർ, യുവാക്കൾ, വിദ്യാർത്ഥികളൊക്കെ തന്നെ കൂട്ടത്തോടെ എത്തിയത്. ഇവർക്ക് നേരെയാണ് ഇപ്പോൾ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ കണ്ണീർ വാതകം പ്രയോഗിച്ചതിനെ തുടർന്ന് ഈ പ്രതിഷേധക്കാരൊക്കെ തന്നെ തിരിഞ്ഞോടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പക്ഷേ തൊട്ട് പിന്നാലെ തന്നെ ഇവരെല്ലാവരും അവിടേക്ക് തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയുണ്ട്. പാർലമെന്റിൽ അസാധാരണ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പ്രതീക്ഷിച്ചതിലും അധികം വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ്. അതിനെ നേരിടാൻ ഇപ്പോൾ ദില്ലി പോലീസും കേന്ദ്രസേനയും ഒക്കെ തന്നെ പാടുപെടുന്ന കാഴ്ച പാർലമെന്റിന്റെ പരിസരത്ത് കാണാൻ കഴിയും. ഏതായാലും പ്രതിഷേധക്കാർക്ക് നേരെ ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തുന്നത്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസമായി CJP ദില്ലിയിൽ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നിരാഹാരമനുഷ്ഠിച്ച സോനം വാങ്ചുക്കിനെ കഴിഞ്ഞ ദിവസം ബലമായി തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. അതിന് പിന്നാലെ ഈ അഭിജിത് ദീപ് കെ, ഈ GJP പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ് കെ നിരാഹാരം ആരംഭിച്ചു. ഇന്ന് അദ്ദേഹം ആ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ നിർണായകമായ നീക്കം നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിൽ ഈ പാർലമെന്റിന് തൊട്ട് മുന്നിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് തുടരെ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നതാണ്. അപ്പോഴും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകുന്നുമില്ല. ഉറപ്പായും അതിനിർണായകമായ ഘട്ടത്തിലേക്ക് സമരം കടന്നിരിക്കുന്നു മാധു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. പ്രത്യേകിച്ച് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു, പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ തൊട്ടു മുന്നിൽ വരെ പ്രതിഷേധക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കോമ്പൗണ്ടിന്റെ തൊട്ടിപ്പുറത്തായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ്, അതായത് പാർലമെന്റ് കോമ്പൗണ്ടിലേക്ക് കടക്കാൻ, പാർലമെന്റ് പരിസരത്തേക്ക് കടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായി. അപ്പോഴാണ് ടിയർ ഗ്യാസ്, കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും അതിനുശേഷം പ്രവർത്തകർ അവിടെ നിന്നും ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാർലമെന്റിന് സമീപത്തും സുനിൽ പറഞ്ഞതിന്റെ ബാക്കി എന്നോണം ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. അവിടെ നിന്നും ഈ ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റ് മാർച്ചിലേക്ക് പോകാനുള്ള ശ്രമം അടിക്കടി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ജന്തർ മന്ദറിന് സമീപം വീണ്ടും ലാത്തി ചാർജ് ഉണ്ടായി എന്നുള്ളതാണ്. നോബൽ, കൂടുതൽ പ്രവർത്തകർ പാർലമെന്റ് കവാടത്തിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നു. വീണ്ടും ലാത്തി ചാർജ് ഉണ്ടായിരിക്കുന്നു. മാധവ്, ഇവിടെ പാർലമെന്റിലേക്ക് ഈ മാർച്ച്, ജന്തർ മന്ദിറിൽ ഉള്ള മാർച്ച് പുറത്തേക്ക് കിടക്കാനുള്ള ശ്രമമാണ്. ബാരിക്കേഡുകൾ മറിക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി. പിന്നീട് ഇവിടെ വലിയ ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിഞ്ഞത്. കാരണം 3 തവണ ലാത്തി ചാർജ് നടത്തി വലിയ തരത്തിൽ പോലീസ് പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ CJP പ്രവർത്തകരെയും ഒപ്പം മറ്റു പ്രവർത്തകരെയും അടിച്ച് ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമം നടത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും നിലവിൽ വലിയ തരത്തിൽ, പ്രത്യേകിച്ച് ജന്തർ മന്ദിർ എന്ന് പറയുന്ന സ്ഥലം പൂർണ്ണമായും ഈ പറഞ്ഞ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ അടക്കമുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ആർക്കും പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് മാറി നിൽക്കാനോ ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ പ്രതിഷേധം എന്തായി ശക്തി പ്രാപിക്കുന്ന കാഴ്ച കൂടി കണ്ടത്. പിന്നാലെ പോലീസ് ലാത്തി ചാർജ് നടത്തി വലിയ തരത്തിൽ ലാത്തി കൊണ്ട് പ്രവർത്തകരെ പോലീസ് അടിച്ച് ഒരു സൈഡിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഒരു വശത്ത് പോലീസ്, മറുവശത്ത് പ്രവർത്തകർ നിലയുറപ്പിച്ചിരിക്കുന്നു. വീണ്ടും ലാത്തി ചാർജ് എല്ലാ സാധ്യതയും എന്താണെങ്കിലും ഇവിടെ ഉണ്ട്. അതേസമയം പാർലമെന്റ് പരിസരത്തടക്കം കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അല്പം മുമ്പ് അഭിജിത്ത് അടക്കമുള്ള ആളുകൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യാനുള്ള നിർദ്ദേശം പ്രവർത്തകർ നൽകിയതിന് പിന്നാലെയാണ് പ്രവർത്തകർ കൂട്ടമായി ഈ ബാരിക്കേഡിന് മുന്നിലേക്ക് വരികയും ബാരിക്കേഡ് മറിച്ചാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പിന്നാലെ വലിയ തരത്തിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ശക്തമായ രീതിയിൽ ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ശക്തമായ 2 തവണ ലാത്തിചാർജ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. സമരക്കാർ കുപ്പിയും വടിയും ഒക്കെ പോലീസ് നേരെ വലിച്ചെറിയുന്നു. കല്ലുകൾ, അത്തരത്തിൽ വലിയ തരത്തിൽ കുപ്പി, വടി, കല്ല് അടക്കമുള്ള കാര്യങ്ങൾ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാണെങ്കിലും പോലീസും പ്രവർത്തകരും ഇപ്പോഴും മുഖാമുഖം തന്നെയാണ്. ഈ ചർച്ച നേരത്തെ അഭിജിത്ത് വ്യക്തമാക്കിയത്, JP നദ്ദയുമായി പ്രതിനിധികൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച കഴിയുന്നത് വരെ നമ്മൾ ഇവിടെ ഇരിക്കുമെന്നാണ്. ചർച്ച പരാജയപ്പെട്ടത് കൊണ്ടാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു മാർച്ച് നടത്തിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തക്കുറവ് എന്താണെങ്കിലും ഉണ്ട്. ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ച നടക്കുന്നതിനിടയിലാണോ അതോ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷമാണോ മാർച്ച് എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്നാണെങ്കിലും മാർച്ചിന് പിന്നാലെ പ്രവർത്തകരും പോലീസും ഏറ്റുമുട്ടി. പ്രവർത്തകരെ പോലീസ് ലാത്തി ചാർജ്